സൗകര്യത്തോടെയുള്ള വീട് ആ പണം കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ സർക്കാർ ആലോചിച്ചത് ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ എല്ലാം ഏകോപിപ്പിച്ച് ഒരു പദ്ധതിയായി മാറ്റുക. അതാണ് ലൈഫ് മിഷൻ. 4 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കാൻ കഴിയുക. വളരെ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. 5 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു അന്ന് പ്രഖ്യാപിച്ച ലക്ഷ്യം. പക്ഷേ അപ്രതീക്ഷിതമായ എതിർപ്പ് അതിനെതിരെ ഉയർന്നു വന്നു. ആ എതിർപ്പിൻ്റെ ഭാഗമായി ഒരു പദ്ധതി തന്നെ മുടങ്ങിയ ജില്ലയാണല്ലോ ഇത്. അതിനെതിരെ കേസും മറ്റു നടപടികളൊക്കെ വന്നു. അതുമാത്രമല്ല, ആ പദ്ധതി മുന്നോട്ട് പോയി വിവിധ ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയത്. ഘട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ വീട് നിർമ്മിച്ച് ചില പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിച്ച് പകുതിയായത്, അല്ലെങ്കിൽ കുറച്ച് നിർമ്മിച്ചത്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അവ പൂർത്തീകരിക്കുക, അതിനാണ് ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം സ്ഥലമുണ്ട്, വീടില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ള നടപടി. മൂന്നാമത്തത് സ്ഥലവും വീടുമില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതി. ഇത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആ ഗവൺമെൻറ് കാലാവധിയായി. 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ലൈഫ് പദ്ധതി മുടക്കുന്നതിന് ആകാവുന്നത് ചെയ്ത UDF ആ ഘട്ടത്തിൽ നയം പ്രഖ്യാപിച്ചു. UDF കൺവീനർ പരസ്യമായി തന്നെ പറഞ്ഞു ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ഇതായിരുന്നു UDF ഇതിനോട് സ്വീകരിച്ച സമീപനം. ഞങ്ങൾ ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാട് അതിൽ സ്വീകരിച്ചു എന്ന ഒരാക്ഷേപവും ഒരു ഘട്ടത്തിലും ഉയർന്നിട്ടില്ല. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നൊരു പദ്ധതി എന്തിനാണ് റദ്ദ് ചെയ്യുമെന്ന് UDF പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടാത്ത കാര്യമാണ്. ഏതായാലും LDF-ന് തുടർ ഭരണം 2021 സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ലൈഫിന് മറ്റു പ്രയാസങ്ങളുണ്ടായില്ല, തടസ്സങ്ങളുണ്ടായില്ല.